നമ്മുടെ ജീവിതം വിരോധാഭാസങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. സമ്പത്ത് കുറയുമ്പോഴും നശിക്കുമ്പോഴും നമ്മളൊക്കെ വല്ലാണ്ടങ്ങ് വേദനിക്കും. പക്ഷെ ആയുസിന്റെ ഒരു വർഷം കുറയുമ്പോൾ കേക്കൊക്കെ മുറിച്ച് പാട്ടുപാടി നമ്മൾ ആഘോഷിക്കും, അല്ലേ? ഒരു മനുഷ്യൻ ജനിക്കുന്ന 9 മാസങ്ങൾക്ക് മുന്നേ നമുക്കറിയാം. എന്നാൽ അവൻ പോകുന്നത് ഒരു സെക്കൻഡ് മുന്നേ പോലും അറിയാനാകില്ല. എന്തൊക്കെ സമ്പാദ്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അവസാനം കിട്ടാൻ പോകുന്നത് ആറടി മണ്ണ് മാത്രമാണ്. ഈ ലോകത്ത് സുന്ദരമാണെന്ന് തോന്നുന്നതൊക്കെ താൽക്കാലികമാണ്. ഓരോ ജനനത്തോടൊപ്പം നമ്മുടെ നിഴലായി മരണമെന്ന 3 അക്ഷരവും നിശബ്ദമായി കൂടെ വരുന്നുണ്ട്. എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എവിടെയൊക്കെ വിജയിച്ചാലും അന്തിമ വിജയം മരണമെന്ന ആ നിഴലിന് തന്നെയാണ്. സ്ട്രോങ് ആണെന്ന് കരുതുന്ന നമ്മുടെ കാലുകൾ പതിയെ പതിയെ തളരാൻ തുടങ്ങുന്ന സമയം വരും. അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് പതുക്കെ പതുക്കെ ആവും. മനസ്സിനൊപ്പം ശരീരത്തിന് ഓടിയെത്താൻ കഴിയാതെ വരും. മൗനം നൊമ്പരമായി ഏകാന്തത നമ്മളെ ചുറ്റിവരിയും. കുറ്റപ്പെടുത്തലുകളുടെ നടുവിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതും വഴക്കുകളും പിണക്കങ്ങളും ശത്രുതയും എല്ലാം തീരുന്ന ഒരു ദിവസം നമ്മളെ തേടിയെത്തും. നമ്മൾ ചവിട്ടി നടന്ന മണ്ണ് തന്നെ നമ്മളെ കാൽക്കീഴിലാക്കി നമ്മളെ ഒന്നാകെ മൂടുന്ന ഒരു ദിവസം. എല്ലാ തിരക്കുകളും ഓട്ടങ്ങളും തീരുന്ന ഒരു ദിവസം. ഈ ശവപ്പറമ്പുകൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഇത്ര മൂകത എന്നറിയാമോ? വെട്ടിപ്പിടിച്ചവരും പടവെട്ടിവരും വഴക്കടിച്ചവരും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണിത്. നേടിയെടുത്തത് ഒന്നും കൊണ്ടുപോകാനാകാതെ ഇവിടെ ഉപേക്ഷിച്ചവർ. ഒന്നിന്റെ പേരിലും അഹങ്കരിക്കരുത്, ആരെയും അവഗണിക്കരുത്. എപ്പോ ജനിക്കും എപ്പോ മരിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാൽ എങ്ങനെ ജീവിക്കണമെന്ന തീരുമാനം അത് നമ്മുടേത് മാത്രമാണ്. തുറക്കട്ടെ മനസ്സുകൾ.